നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ പ്രചാരണം ആരംഭിച്ച CPI അടൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണൻ പ്രവർത്തകർക്കൊപ്പം CPIM ഓഫീസുകളിലെത്തി സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മുന്നോട്ട് വെച്ചാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് പ്രിജി പറഞ്ഞു. പാർട്ടിയുടെ ഔദ്യോഗിക സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് പോസ്റ്റർ പ്രചാരണവും ആരംഭിച്ചത്. അടൂരിലെ സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള അഭ്യൂഹങ്ങൾക്കിടയിലാണ് സർപ്രൈസ് സ്ഥാനാർത്ഥിയായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന പ്രിജി കണ്ണൻ മണ്ഡലത്തിലേക്ക് എത്തുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപേ പ്രിജി മണ്ഡലത്തിൽ സജീവമായി തുടങ്ങി. വിജയപ്രതീക്ഷയോടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും പ്രിജി കണ്ണൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസന നേട്ടങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ഡലത്തിൽ MLA നേതൃത്വത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് മുന്നിൽ വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിജയപ്രതീക്ഷയുണ്ട്. എനിക്ക് പത്തനംതിട്ട ജില്ലയുടെ ചുമതലയായിരുന്നു സംഘടനാപരമായി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു പുതിയ സ്ഥലമല്ല, എൻ്റെ സ്വന്തം ജില്ല പോലെ കരുതിയിട്ടുള്ള ഒരു ജില്ല തന്നെയാണ് പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതൊരു പുതുമയല്ല ഇവിടെ. പ്രിജിയെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിന് പിന്നാലെ വിമർശനവുമായി CPI വിട്ട് കോൺഗ്രസിലെത്തിയ ശ്രീനാദേവി കുഞ്ഞമ്മ രംഗത്തെത്തിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രിജി ശശിധരൻ എന്ന പേരിൽ മത്സരിച്ചയാൾ അടൂരിലെത്തിയപ്പോൾ പ്രിജി കണ്ണനായെന്നും ഇത് അന്തരിച്ച കോൺഗ്രസ് നേതാവ് MG കണ്ണന്റെ ഭാര്യ എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നുമായിരുന്നു ശ്രീനാദേവിയുടെ ആക്ഷേപം. എന്നാൽ ആരോപണം തള്ളി സിറ്റിംഗ് MLA ചിറ്റയം ഗോപകുമാർ തന്നെ രംഗത്തെത്തി. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ പേര് ഉപയോഗിച്ചോടാ എന്ന് എവിടെയെങ്കിലും പറഞ്ഞു? നിയമത്തിൽ പറയുന്നുണ്ടോ? പ്രിജിയുടെ ഭർത്താവിന്റെ പേര് കണ്ണൻ. ആ കണ്ണനാണ് ഇവിടെ നിൽക്കുന്നത്. പ്രിജി വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷം. സ്വന്തം ഭർത്താവിന്റെ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? എന്തിനാണ് ഭയപ്പെടുന്നത് കോൺഗ്രസ്? എന്തിനാണ് പേടിക്കുന്നത്? അതുകൊണ്ട് ആദ്യം കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കട്ടെ, അന്നേരം നമുക്ക് ആലോചിക്കാം. പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണ് പ്രിജിയെന്നും ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരും മുൻപേ സമൂഹ മാധ്യമങ്ങളിൽ CPI പോസ്റ്റർ പ്രചാരണം ആരംഭിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലാ കമ്മിറ്റികൾ, AIYF ആലപ്പുഴ ജില്ലാ കമ്മിറ്റി എന്നിവയുടെ ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. GR അനിൽ, മനോജ് B ഇടമന, J ചിഞ്ചുറാണി, MS താര, പ്രിജി കണ്ണൻ, TS ജിസ്മോൻ എന്നിവരുടെ പോസ്റ്ററുകളാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് മലയാളം, പത്തനംതിട്ട.